ഹെഡിങ് മാധ്യമത്തിൽ സമസ്ത പ്രസ്താവനയെ കുറിച്ച് കൊടുത്ത ഹെഡിങ് വളരെ വികൃതമായ നിലയിലാണ്. മതാചാരം എന്ന നിലയിൽ നിലവിളക്ക് കൊളുത്തരുത്, വെളിച്ചത്തിനാണെങ്കിൽ കൊളുത്താം സമസ്ത. അപ്പൊ നിലവിളക്ക് കൊളുത്താം, അതിൽ കുഴപ്പമില്ല. എന്താണ് ഉദ്ദേശം എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. എവിടെയാണ് സമസ്തയുടെ തീരുമാനത്തിൽ നിലവിളക്ക് കൊളുത്താം എന്ന പ്രയോഗം പ്രയോഗിച്ചത്? ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് നിലവിളക്ക് കൊളുത്താം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല, നിലവിളക്ക് കത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനു വേണ്ടി? അത് വെളിച്ചത്തിന് വേണ്ടി കത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, കൊളുത്താം എന്ന് പറഞ്ഞിട്ടില്ല. തീ കൊളുത്തി എന്ന് പറഞ്ഞാലും തീ കത്തിച്ചു എന്ന് പറഞ്ഞാലും തീ കൊടുത്തു എന്ന് പറഞ്ഞാലും ഒക്കെ സംഭവം ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇത് വിവാദമാക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഫാത്തിമ തേലെ തീ കൊളുത്തി എന്ന് പറഞ്ഞാലും, ഫാത്തിമ തേലെ എണ്ണവിളക്കിൽ തീ കത്തിച്ചു എന്ന് പറഞ്ഞാലും, ഫാത്തിമ തേലെ എണ്ണവിളക്കിൽ തീ കൊടുത്തു എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ പ്രവൃത്തി തന്നെയാണ്. ഇനി അതിന് വല്ല ഏറ്റക്കുറിച്ചിലോ മറ്റോ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറഞ്ഞു തന്നാൽ മതി. സമസ്ത കൃത്യമായി പറഞ്ഞു, വെളിച്ചത്തിനാണെങ്കിൽ വെളിച്ചം ഉദ്ദേശിച്ചുകൊണ്ട് കത്തിക്കുന്നതിന് കുഴപ്പമില്ല. അവിടെയാണ് മക്കാമുകൾ കത്തിക്കുന്നതിന്റെ പ്രസക്തി. അതുപോലുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ നിലവിളക്ക് ഉപയോഗിച്ചു വന്നതിന്റെ പ്രാധാന്യം അവിടെയാണ്. വെളിച്ചത്തിന് വേണ്ടിയാണ് എങ്കിൽ നിലവിളക്ക് കൊളുത്തുന്നതിന്റെ പ്രാധാന്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ വെളിച്ചത്തിന് വേണ്ടിയാണ് നിലവിളക്ക് കത്തിക്കുന്നത് എന്നുള്ള ഒരു ന്യായവാദമാണ് ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ വിളക്കുകൾ കാണുന്നതും, അതല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയും തന്നെ ഇത്തരം ഒരു ഏർപ്പാട് നമ്മൾ കാണുന്നില്ല. ഇവർ പറയുന്ന ഒരു രീതി പരിശോധിക്കുകയാണ് എങ്കിൽ എന്തിനാണ് ഇന്നും അത് കത്തിച്ചു വെക്കുന്നത്? പല ജാറ വ്യവസായ കേന്ദ്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മഹത്വങ്ങളും കാര്യങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ ഇന്നും വിശ്വാസപരമായി പറയപ്പെടുന്നില്ലേ? അത്തരം പ്രചരണങ്ങൾ നടക്കുന്നില്ലേ? നമുക്കൊരു സഹോദരന്റെ സംസാരം കേൾക്കാം. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജാറമാണ്. ഇവിടെ വലിയൊരു നിലവിളക്ക് കാണാം, അത് കെട്ടിയിട്ടിട്ടുണ്ട് കള്ളന്മാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ആളുകൾ കബറാളികളോടാണ് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ മൂപ്പരെ നിലവിളക്ക് മൂപ്പർക്ക് സംരക്ഷിക്കാൻ കഴിയണില്ല. ഇത് വെളിച്ചത്തിന് വേണ്ടി കത്തിച്ചു വെക്കുന്നതല്ല. കാരണം വെളിച്ചത്തിന് വേണ്ടി ഇവിടെ നല്ല ബൾബുകളുണ്ട്, സോളാറിന്റെ വെളിച്ചമുണ്ട്. പക്ഷെ ഇത് ആചാരത്തിന്റെ ഭാഗമായി ഇവിടെ ഈ നിലവിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കബറാളിയുടെ തൃപ്തിയും പൊരുത്തവും ഉണ്ടാകുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ. ഇനി നിങ്ങൾ ഇത് നോക്കൂ, ഈ ചില്ലുകൂട്ടിൽ വെച്ചിരിക്കുന്ന നിലവിളക്ക് ഇത് കെടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇതൊക്കെ ആചാരത്തിന്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ ഏതാണ് ആചാരത്തിന്റെ ഭാഗം? ഇത് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ കീഴിൽ, നിങ്ങളുടെ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജാറങ്ങളുടെ അവസ്ഥ ഇതാണ്. ഒന്നല്ല, എത്രയോ നിലവിളക്കുകളാണ് ഈ കുറ്റിപ്പുറം മൂടാല് ഭാഗത്തുള്ള ഈ ദർഗയിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്നതല്ല. ഇവിടെ വന്ന് നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഈ കബറാളി അവരെ സഹായിക്കുമെന്നും ആ കബറാളിയുടെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ്. സഹോദരന്റെ സംസാരം കേട്ടല്ലോ. ഇത്തരം വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് സമസ്തയുടെ പുരോഹിതവർഗം. അവരിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു വിചിത്ര വാദം വന്നത്. അപ്പോൾ സ്വാഭാവികമായുള്ള ചോദ്യം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ഇത്തരം ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ അമ്പലക്കട ഹമീദ് ഫൈസിയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത്.